ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഈ ശരീരത്തിലിരിക്കുന്ന നിരാകാരി ജ്യോതി ബിന്ദു ആത്മാവാണ്. പരം ആത്മാ ശിവബാബ നിരാകാരിയാണ്. അതുപോലെ ഞാൻ ആത്മാവും നിരാകാരിയാണ്. ശരീരത്തിന്റെ ബോധം പൂർണ്ണമായും മറക്കുന്നു. ഞാൻ ആത്മാ ആരെ കാണുന്നുവോ അവരും ആത്മാവാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു. ഈ ശരീരം ഞാൻ ലോൺ എടുത്തതാണ് പാർട്ട് അഭിനയിക്കാൻ വേണ്ടി. ഞാൻ ആത്മാ ജന്മാന്തരങ്ങളിൽ വ്യത്യസ്ത ശരീരങ്ങൾ ലോൺ എടുത്തതാണ്. ഇപ്പോൾ ഇത് അന്തിമ ശരീരമാണ്. ഇതിന്റെ ആയുസ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആത്മാ ജീവിച്ചിരിക്കെ ഈ ശരീരത്തിലാണ് എങ്കിലും വ്യത്യസ്തമാണ്. ഈ ശരീരം മരിച്ചു കഴിഞ്ഞതുപോലെയാണ്. ഞാൻ അവിനാശി ആത്മാവാണ്. ശരീരം വിനാശിയാണ്. ഞാൻ ജീവിച്ചുകൊണ്ട് ശരീരത്തിലിരുന്നു കൊണ്ട് സ്വയം അശരീരിയാണെന്ന അനുഭവം ചെയ്യുന്നു. എനിക്ക് ബാബയുടെ കൂടെ പോകണം. ഈ പഴയ ശരീരത്തോട് ഒട്ടും മമത്വമില്ല. ഈ പഴയ ശരീരം വിട്ട് എനിക്ക് വീട്ടിലേക്ക് മടങ്ങണം. ഞാൻ ആത്മാ ഈ ശരീരത്തിൽ ടെമ്പററിയാണ്. ആരിലും മോഹമില്ല. നടന്നുകൊണ്ടിരിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഈ അനുഭവം ചെയ്യുന്നു. ഈ ശരീരത്തിൽ ഞാനില്ല തന്നെ. സർവ്വതും കണ്ടുകൊണ്ട് ഈ സ്മൃതിയിലിരിക്കുന്നു. ഞാൻ ഇവിടത്തെയല്ല, പരമധാമ നിവാസിയാണ്. ഇപ്പോൾ ഞാൻ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു പോവുകയാണ്. ഞാൻ ആത്മാ ആരെ കണ്ടാലും അവരും ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കേവലം ആത്മാവിന്റെ ബോധം മാത്രം. ശിവബാബ എവർ പ്യുവറാണ്. ഉയർന്നതിലും ഉയർന്നതാണ്. പരമധാമത്തിലിരിക്കുന്നവരാണ്. മൃതി സ്വരൂപമായി സെക്കൻഡിൽ പറന്നുയർന്ന് ഞാൻ പരമധാമത്തിലെത്തുന്നു. പരമാത്മസംഗത്തിന്റെ അനുഭവം ചെയ്യുന്നു. സർവശക്തിവാൻ എവർ പ്യുവർ ശിവബാബയുടെ സംഘത്തിൽ എന്നിൽ ആത്മീയ നിറം പകരുന്നു. എന്റെ വികർമ്മങ്ങൾ വിനാശമാകുന്നു. ഞാൻ ബാബയിൽ അർപ്പണമാകുന്നു.
എനിക്ക് ഒരു ബാബയല്ലാതെ മറ്റാരുമില്ല. ഞാൻ ആത്മാ ബിന്ദു രൂപമാണ്. ബാബയും ബിന്ദുവാണ്. ദേഹഭാനം ഒഴിവാക്കി നിരന്തരം ഒരു വിദേഹി ബാബയോട് ബുദ്ധിയോഗം വെക്കുന്നു. ഞാനിപ്പോൾ മരിച്ചിരിക്കയാണ്. പാവന ലോകത്തിൽ പോയി പാവന ലോകത്തിന്റെ അധികാരിയാകുന്നതിന് ഞാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. എല്ലാ ഭാരതവാസികളും സ്വർഗവാസിയാകുന്നതിന് രാജയോഗം അഭ്യസിക്കുന്നു. എനിക്ക് ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം. ഇതാണ് എന്റെ സത്യമായ അച്ഛൻ. ബാബ കുട്ടികളെ ജ്ഞാനാമൃതം കുടിപ്പിച്ച് ജ്ഞാനചിതയിലിരുത്തി ഘോര അന്ധകാരത്തിൽ നിന്നും ഉണർത്തി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എല്ലാ അഭിനേതാക്കളും സ്റ്റേജിൽ വന്നാൽ ബാബ വന്ന് എല്ലാവരെയും തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകും. ബാബ മുക്തിദാതാവാണ്, വഴികാട്ടിയാണ്, സുഖകർത്താവും ദുഃഖഹർത്താവുമാണ്. നിരാകാരനായ ശിവബാബ ബ്രഹ്മാവിലൂടെ സമ്പത്ത് നൽകുന്നു. ഞാൻ ലോകത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നു. പക്ഷേ ബുദ്ധി മുകളിലായിരിക്കും. ബാബ പറയുന്നു, 5 വികാരങ്ങൾ ജയിക്കൂ, എങ്കിൽ നിങ്ങൾ ജഗത് ജേതാവും. ഞാൻ എന്റെ ബുദ്ധിയോഗം പതിത പാവനനായ ബാബയോട് ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഞാൻ പതിതത്തിൽ നിന്നും പാവനമാകുന്നു. നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് ബാബയുടെ കൂടെ യോഗം വെക്കുന്നവർക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഞാൻ സഹോദര ദൃഷ്ടിയുടെ അഭ്യാസം ചെയ്തുകൊണ്ട് ലൗകിക ബന്ധനങ്ങളിൽ നിന്നും മോഹത്തെ മുറിക്കുന്നു. വളരെ യുക്തിയോടെ നടക്കുന്നു. വികാരി ദൃഷ്ടി ഉണ്ടാകരുത്. കണക്കെടുപ്പിന്റെ സമയത്ത് പൂർണ്ണമായും പാവനമാകണം. ബാബയിൽ നിന്നും പൂർണ്ണമായ സമ്പത്ത് നേടുന്നതിനു വേണ്ടി നല്ല രീതിയിൽ പഠിക്കുന്നു. പതിത പാവനനായ ബാബയോട് യോഗം വെച്ച് പാവനമാകുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. തന്റെ സമ്പൂർണതയുടെ ആധാരത്തിൽ സമയത്തെ സമീപം കൊണ്ടുവരുന്ന മാസ്റ്റർ രചയിതാവാകുന്നു. സമയത്തിന് മുമ്പായി പരിവർത്തന ശക്തിയിലൂടെ പരിവർത്തനപ്പെടുത്തുന്നു. അപ്പോൾ പ്രാപ്തിയുണ്ടാകുന്നു. കർമ്മത്തിന്റെയും യോഗത്തിന്റെയും സന്തുലനം വെക്കുന്നവരാണ് സത്യമായ കർമ്മയോഗികൾ. ബാബ സൂചന നൽകുന്നു, വിജയം നിശ്ചിതമാണ്. സഫലത ജന്മസിദ്ധ അധികാരമാണ്. ഓം ശാന്തി.